നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു പുത്തരിക്കണ്ടം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറും ചൊറിഞ്ഞണത്തിൽ ഗവേഷകനുമായ ഡോക്ടർ പുത്തരിക്കണ്ടം. ഡോക്ടറുടെ ലൈഫിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഡോക്ടറുടെ ലൈഫിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നത്? അയ്യോ, ലൈഫ് തെറ്റിപ്പോയി ഡോക്ടർ. നിങ്ങൾക്ക് തെറ്റിപ്പോയതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ക്യാമറ കട്ട് 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 കട്ടുന്നോ? ക്യാമറ കട്ടുന്നോ? ഞാനോ? അയ്യോ അല്ല ഡോക്ടർ, ഒരു മിനിറ്റ്. ഞാൻ പറയേണ്ടിയിരുന്നത് ഡോക്ടർ ലൈവ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം എന്നാ. ഞാൻ അറിയാതെയാണ് ഡോക്ടറുടെ ലൈഫിലേക്ക് എന്ന് പറഞ്ഞു പോയത്. സോറി, അതാണ്. ഒന്നുകൂടെ തെറ്റിദ്ധരുത്തി. നിങ്ങൾ തെറ്റിദ്ധരുത്തി എന്ത് വേണമെങ്കിലും ചെയ്തു, എനിക്ക് സമയമില്ല. ഐ എം വെരി ബിസി, എനിക്ക് സമയമില്ല. അതെനിക്ക് മനസ്സിലായി. എന്ത്? ഡോക്ടറിന് ഇനി അധികം സമയമില്ലാന്ന്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ CCR തീരാറായെന്നല്ലേ? അയ്യോ അതല്ലേ? അല്ല ഡോക്ടർ, അല്ല ഡോക്ടർ വളരെ തിരക്കുള്ള ഒരാളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒട്ടും സമയമില്ല. ഓക്കെ ഓക്കെ, ഐ എം വെരി ബിസി. ഒന്നുകൂടെ തുടങ്ങിക്കോട്ടെ. തുടങ്ങിക്കോളൂ. രോഗം ഒരു കുറ്റമല്ല, രോഗി ഒരു കുറ്റക്കാരനും. രോഗത്തെ രോഗികളെ കൊണ്ട് തന്നെയാണ് ചികിത്സിക്കേണ്ടത്. നോൺസെൻസ്. പിന്നെ ഞാൻ എന്തിനാണ് ലോൺ എടുത്ത് ആശുപത്രി ഉണ്ടാക്കിച്ചിരിക്കുന്നത്? അല്ല, ഞാനൊരു പ്രാസത്തിന് പറഞ്ഞതാ. പ്രാസത്തിന് പറയാ നിങ്ങളാരെ വള്ളത്തോളോ? അത് തുഞ്ചത്ത് എഴുത്തച്ഛനോ? അത് കുഞ്ചത്ത് കുഞ്ചൻ തമ്മിയാരോ? സർ, ഒരു മിനിറ്റ്. ഞാൻ പെട്ടെന്ന് നെർവസ് ആയി പോകും. നിങ്ങൾക്ക് നെർവസോ നിങ്ങൾ കിർവസോ എന്തെങ്കിലും ആയിക്കോ, എനിക്ക് സമയമില്ല. ഐ എം വെരി ബിസി. ഓക്കെ സർ, ഒന്നുകൂടെ തുടങ്ങിക്കോട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഓഫറോമാനിയ എന്ന് പറയുന്ന അസുഖമാണ്. അതായത് ഓഫറുകളുടെ പിന്നാലെ പരക്കം പായുന്ന കേരളത്തിലെ ഈ ജനങ്ങളുടെ ഒരു കഷ്ടപ്പാടിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഡോക്ടറോട് ചോദിക്കാൻ പോകുന്നത്. ഡോക്ടർ, ഈ ഓഫറോമാനിയെ കുറിച്ച് അറിയാൻ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അതിയായ താല്പര്യമുണ്ട്. പ്രേക്ഷകർക്ക് മാത്രമേ താല്പര്യമുള്ളൂ, കുട്ടിക്ക് താല്പര്യമില്ല? അല്ല, എനിക്കും താല്പര്യമുണ്ട്. ഓക്കെ, പറഞ്ഞു തരാം. അതായത് ഈ ഓഫറോമാനിയെ പറ്റി ഞങ്ങൾ കുറച്ച് ഡോക്ടർമാർ അമേരിക്കയിലെ ബ്രിസ്ബെയിനിൽ ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. ഡോക്ടർ, ഓസ്ട്രേലിയയിലല്ലേ ബ്രിസ്ബെയിൻ? ഓസ്ട്രേലിയയിലുള്ളത് ബിസ്ബെയിൻ. കുട്ടിക്ക് തെറ്റിപ്പറ്റി. ബ്രിസ്ബെയിൻ എന്ന് പറയുന്നത് അമേരിക്കയിലാണ് അല്ലേ? അതെ അതെ അതെ, അമേരിക്കയിൽ ബ്രിസ്ബെയിനിൽ ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. അപ്പോൾ ആ മീറ്റിംഗിലെ സെമിനാറിൽ വന്ന ഒരു തീം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഓഫറോമാനിയ ഈസ് ദ കൊളാപ്രിക്കേഷൻ ഓഫ് ദ ലിബറേഷൻ ഓഫ് ദ പൊളിറ്റിക്കൽസ് ഓഫ് കേരളാസ്. That is the loss of the enemies. അതായത് പ്രിസ്കോഫിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അഡിക്ഷനാണ് ഈ വരുന്ന ഈ സംഭവം. ഇതിനൊരു സീൻ കോൺട്ര എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. സീൻ കോൺട്ര, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. കേൾക്കാൻ വഴിയില്ല, ഇതൊരു മെഡിക്കൽ നെയിമാണ് സീൻ കോൺട്ര. കേട്ടിട്ടുണ്ടാവില്ല, കുട്ടി കേട്ടിട്ടുണ്ടാവില്ല. അല്ല ഡോക്ടർ, ഈ അസുഖം വന്നതിന് എന്തെങ്കിലും ഒരു പ്രതിവിധിയില്ല. ഇത് വരുന്നവന്റെ തലവിധി എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, ഈ അസുഖത്തിനെ കുറിച്ചൊന്ന് പരത്തി പറയാമോ? പരത്തി പറയുന്നത് പൊറോട്ടയോ? അതല്ലെങ്കിൽ ഞാൻ പൊറോട്ട മേക്കറോ? അല്ല, ജനങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ വിശദമായിട്ട്. എനിക്ക് തിരക്കാണ്. അല്ല, അറിയാം ഡോക്ടർ, പറഞ്ഞുതരാം. അതായത് ഈ ഓഫറോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ബ്രിസാഷിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു ഒബ്ലാങ്കട്ടയിൽ വരുന്നൊരു സംഭവമാണത് ശരിക്കും പറഞ്ഞത്. ഇത് മനുഷ്യർക്കുണ്ടാവുന്നത് ഈ ഓണം, വിഷു, ബക്രീദ് അങ്ങനെയുള്ള വിശേഷാവസരങ്ങളിൽ മനുഷ്യരെ ബാധിക്കുന്ന ഒരു തരം ലൂബ്രിക്കേഷനാണിത് ഈ സംഭവം. മനസ്സിലായോ? എങ്ങനെയാണ് ഡോക്ടർ അത് വരുന്നത്? ഇത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പത്രം എടുത്ത് നമ്മൾ വായിക്കുന്ന സമയത്ത്, നമ്മൾ ഈ ഓണം, ഈ വിഷു, ഈ സമയത്തൊക്കെ നമ്മൾ പത്രം എടുത്ത് വായിക്കുമ്പോൾ 1 എടുത്ത 2 ഫ്രീ, 2 എടുത്ത 4 ഫ്രീ, 4 എടുത്ത 8 ഫ്രീ, 8 എടുത്ത 16 ഫ്രീ, 16 എടുത്ത കെയർ ഫ്രീ. അല്ല, ഹെയർ ഫ്രീ. ഹെയറിൻ്റെ ഒരു പരസ്യങ്ങളാണല്ലോ. ഇതെല്ലാം വരുന്ന സമയത്ത് ഈ മനുഷ്യരുടെ മനസ്സുകൾക്കുണ്ടാവുന്ന ഒരു അട്രാക്ഷൻ, അതിൻ്റെ ഒരു ലൂബ്രിക്കേഷൻ. അത് ഞാൻ പറഞ്ഞ നേരത്തെ സീൻ കോൺട്രാണ്. ആ ഒരു സംഭവത്തിലാണ് ഈ സംഭവം നമുക്ക് പെട്ടെന്ന് അഡിക്റ്റ് ആവുന്നത്. അവൻ ഉടൻ തന്നെ മക്കളെയും ഭാര്യക്കൂട്ടി നേരെ ഭാര്യനെയും കൂട്ടിയിട്ട് അടുത്തുള്ള വീട്ടിലെ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് നേരെ ഷോപ്പിങ്ങിന് പോകുന്നു. അവന് കിട്ടുന്ന ബോണസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അടിച്ച് ഫിനിഷ് ആക്കിയിട്ട് പിന്നെ അവൻ വെറും സീറോ. ഡോക്ടർ, ഒരു മിനിറ്റ്, നമുക്കൊരു കോൾ ഉണ്ടായിരുന്നു. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിൽ കൂടാം. അതല്ല, ഒരു ഫോൺ കോൾ ഉണ്ട്, ലൈൻ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് കണ്ണൻ എന്നാണ്. കണ്ണൻ, നമ്മുടെ ഡോക്ടർ പുത്തരിക്കണ്ടമുണ്ട്, ലൈനിലുണ്ട്, ചോദിച്ചോളൂ. കാശ് ചോദിച്ചെന്തുകൊണ്ടും ചോദിക്കാം കേട്ടോ. ഇല്ല സാർ, സാർ ഇന്നലെ രാത്രി ഏകദേശം 12 മണിയായപ്പോ സാർ എന്റെ വീടിന്റെ അടുത്തുള്ള ലളിതയുടെ വീട്ടിൽ വന്നിരുന്ന സാറ്. എങ്ങനെ? ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിയായപ്പോഴേ എന്റെ വീടിന്റെ അടുത്തുള്ള ലളിതയുടെ വീട്ടിൽ സാർ വന്നിട്ടുണ്ടായിരുന്നല്ല? അല്ല ഡോക്ടർ എന്തിനാ കട്ട് പറഞ്ഞേ? അല്ല, ഒരു കൈപ്പഴ പറയുമ്പോൾ നിങ്ങൾക്ക് കട്ട് പറയാം, അപ്പൊ എനിക്ക് കട്ട് പറയാൻ പാടില്ലേ?
അത് ശരി. അപ്പൊ ഡോക്ടറിനും പിഴവ് പറ്റിയല്ലേ? അല്ല, ഒരു കൈപ്പിഴ ഡോക്ടർക്കും പറ്റുമെന്നാണല്ലോ. മർത്യനും കൈപ്പിഴ ജന്മസിദ്ധം അങ്ങനെയല്ലേ? അല്ല, ഡോക്ടർ ഒരു മർത്തിനാണല്ലോ. ഓ, ഒരു ബ്രേക്ക് പോവായിരുന്നു. ഡോക്ടർ ഒരു ബ്രേക്ക് ഇടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഡോക്ടർ ലൈവിൽ എ ഷോർട്ട് ബ്രേക്ക്. കുട്ടി ആ പറഞ്ഞതില്ല, അതെനിക്ക് കൊണ്ട് ശരിക്കും നമ്മൾ അയാൾ ഈ ഡോക്ടറിലെ ഈ അസുഖം ഉണ്ടല്ലോ, ഓഫ്രോമാനിയ, അത് ചോദിക്കുന്നു ഞാൻ വിചാരിച്ചത്. ഡോക്ടർ, ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ? പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാമല്ലോ, കുഴപ്പമില്ല. അല്ല ഡോക്ടർ, സത്യത്തിൽ ഈ ഓഫ്രോമാനിയ പിടിപെട്ട ഏതെങ്കിലും ഒരു പേഷ്യൻസിനെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ടോ? ഓളം ഇഷ്ടംമാതിരി, ലോട്ട് ഓഫ്. Come on. Come on, Ramagesh. Come on. Come on. എനിക്ക് നിന്നോടുള്ള ആ പാടുള്ള സ്നേഹം എന്നാന്നറിയോ? ഞാൻ എവിടെയെങ്കിലും അടിച്ച് ഫിറ്റായിട്ട് കിടന്നുറങ്ങുമ്പോൾ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ കൂടെ വന്നിരിക്കാനുള്ളൂ. മനസ്സിലായോ? നിനക്ക് വേണ്ടി ഞാനൊരു സോങ് കേൾക്കാം. ഓക്കെ? പൂക്കാലം വന്നു, പൂക്കാലം പൂണ്ടോ, കുഞ്ഞിത്തേനുണ്ടോ. എൽസി, നീ പറഞ്ഞേ എൻ്റെ പാട്ട് കേൾക്കാൻ ഒരു പട്ടിയും വരികയായിരുന്നു. ഇത് കണ്ടോ? എൻ്റെ ചെറുക്കം വന്ന് നിൽക്കുന്ന നിപ്പുണ്ടോടി. മൈക്കിളെ, ഫുൾ തുപ്പിട്ട് ഫെലോ. മൈക്കിളെ, മൈക്കിളെ, അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം. മൈക്കിളെ, അവിടെ നിൽക്കാം, അവിടെ നിൽക്കാൻ. വാളെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നിന്നോട് ഒരുപാട് നാളായിട്ട് നിന്നെ ഒന്ന് ഉപദേശിക്കണം എന്ന് വിചാരിക്കാം. അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം. നിന്റെ ഭാര്യ പള്ളിമേടെ വന്ന് നെഞ്ചത്തെടുത്ത് കറിയാണ് നിന്റെ മദ്യപാനം കാരണം. നീ എന്തിനാണ് ഇങ്ങനെ മദ്യപിച്ച് കിടക്കുന്നത്? അവൻ എനിക്ക് ചീത്ത പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുള്ളത്. നീ നന്നായിട്ട് ആടുന്നുണ്ടല്ലോ. അച്ചോ, ആടി മാസമല്ലേ ആടാത്ത ഞാനും ആടും. എനിക്ക് നിന്റെ പാട്ടൊന്നും കേക്കട്ടാ. നീ എന്തിനാടാ ഇങ്ങനെ കുടിക്കുന്നത്? എന്റെ പൊന്നച്ചോ, കടവച്ചോ, കടവായിട്ടല്ലേ ഞാൻ ഈ കുടിക്കും. നീ കടവുള്ള ദിവസം കടക്കാരെ പിടിച്ച് വീട്ടിലിരിക്കാതെ പള്ളിയിൽ വന്ന് എന്റെ പാട്ട് കുർബാന അറ്റൻഡ് ചെയ്യും. നിനക്ക് മനസ്സമാധാനം കിട്ടും. അതിലുമ്പോ അതെന്റെ കടവും പിടിയല്ലേ അല്ലേ മൈക്കിളെ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇങ്ങനെ മദ്യപിച്ച് നടന്നു കഴിഞ്ഞാൽ നിന്റെ ആന്തരികാവയവങ്ങളൊക്കെ നശിച്ചു പോകും. മനസ്സിലായോ? എന്റെ പൊന്നച്ചോ, അച്ഛൻ അറിയാൻ മേലാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എന്ത് കാര്യം? ഞാൻ എന്റെ ആന്തരികാവയവങ്ങൾ സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ ആശുപത്രിയിൽ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ സ്പിരിറ്റ് ഇട്ട് സൂക്ഷിക്കും. ആണല്ലോ. അതെ, അവരത് മരിച്ചു കഴിയുമ്പോൾ ചെയ്യുന്നു, ഞാനത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നു. അതിരിക്കട്ടെ. ഇതെന്റെ ഇരിക്കട്ടെ. അല്ല, അതിരിക്കട്ടെ എന്നല്ല പറഞ്ഞ, ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നീ എന്തിനാണ് മൈക്കിളെ ഇങ്ങനെ മദ്യപിച്ച് നിന്റെ നശിപ്പിക്കുന്നത് ജീവിതം? എന്റെ പൊന്നച്ചോ, പണിയില്ല, പണിയില്ല. കല്യാണം വരും, പണിയില്ലാത്ത ദിവസം കല്യാണവും മരണവും ഒക്കെ വരുന്നത്. നമ്മളവിടെ പോകും, കല്യാണം വരുമ്പോൾ സന്തോഷത്തിൽ രണ്ടടിക്കും, മരണം വരുമ്പോൾ സങ്കടത്തിൽ രണ്ടെണ്ണടിക്കും. അത് നമ്മുടെ ഒരു ശീലമായി പോയില്ലേ? ഞാൻ ചോദിക്കട്ടെ മൈക്കിളെ, ഇതൊക്കെ നിന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൂടെ ബാധകമല്ലേ? അച്ഛാ, അത് ഇതുപോലത്തെ വർത്താനം പറയില്ല. മദ്യപിച്ചിട്ട് നീ പറയുന്നത് എന്താ നിനക്ക് പോലും അറിയത്തില്ല. ഞാൻ നിന്റെ ഭാര്യയോട് സംസാരിക്കും. നിന്റെ ഭാര്യയോട് സംസാരിക്കാൻ ഇതിന്റെ തീരുമാനം കാണാം. അച്ഛൻ ചുമ്മാ കുടുംബം കലക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ അച്ഛോ വേണ്ട മൈക്കിളെ, നീ ഒന്നും പറയണ്ട. നിന്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. നിന്റെ ഈ മദ്യപാനത്തെ കുറിച്ച് നീ ഒന്നും പറയണ്ട. എനിക്ക് അച്ഛൻ മേടിച്ചെന്നാ എന്റെ പൊന്നെൽസി. അച്ഛന്റെ പൊന്നെൽസി, അച്ഛന്റെ പൊന്നെൽസി അല്ല, എന്റെ പൊന്നെൽസി. അറിയോ, മദ്യം കലഹക്കാരനും വീഞ്ഞ് പരിഹാസകനുമാണെന്ന് നിത്യേന പ്രസംഗിച്ച അച്ഛനാണ് ഈ പണി കാണിച്ചു കൂട്ടിയത്. അങ്ങനെ ചോദിക്കടി. എന്റെ എൽസി റോഡിൽ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. റോഡിൽ കിടക്കണ്ടല്ലോ എന്നൊക്കെ ഞാൻ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്ന അറിയാവോ? എന്നെ കല്ല് വെച്ച നാണയാണോ ഈ അച്ഛൻ? അച്ഛൻ കണ്ണു പൊട്ടി പോകും കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞ. മൈക്കിളെ നീ മിണ്ടി പോകരുത്. അച്ഛൻ സീറ്റ് വിളിക്കോ? ഞാൻ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. എന്തിനാ ചോദിക്കുന്നറിയോ? ഇവിടെ ഒരു സിഗരറ്റ് കുറ്റി കണ്ട അന്ന് എനിക്ക് തല്ല ഉറപ്പാച്ചോ. ഇവിടെ ആരാ വന്നേന്നും ചോദിച്ചു. നീ കൂടുതൽ മഗ്ദലിനെ പറയൊന്നും ചമയണ്ട, നിന്നെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലും. എന്താ ചേച്ചി ഇതൊരു ബഹളം ഇവിടെ? ഇത് നാണക്കേടായ. ഇങ്ങോട്ട് വരൂ. ഇവിടെ വന്നു ചോദിച്ച കേട്ടോ, എന്താ ചേച്ചി?
തലമുടിയിലടിക്കുന്ന ഡൈ ഉണ്ടല്ലോ, അത് ബക്കറ്റിനകത്ത് മുക്കി അതിനകത്ത് തല മുക്കിയിട്ട് പൊക്കുന്ന ആളാ ഡെയിലി. ഈ പുള്ളി വന്നിട്ട് ചോദിക്കുക എന്താ ചേച്ചിന്ന്. ഇവർ എൻ്റെ പ്രായം ഒന്ന് നോക്കിക്കേ. ഇതാരാന്ന് അച്ഛന് മനസ്സിലാവും. പേര് സാധു. ഇവിടെ നിന്ന് ഒരു 4 വീട് അപ്പുറത്തോ പുള്ളി താമസിക്കുന്നത്. എന്റെ തൊട്ടടുത്തുള്ള അയൽവക്കക്കാർ പോലും ഇവിടെ ബഹളം ഉണ്ടായോ ഒന്നും നോക്കത്തില്ല. ഇവൻ 4 വീട് അപ്പുറത്ത് നിന്ന് എന്താ ബഹളമൊന്നും ചോദിച്ചു വന്നേക്കുവാ. ഈ കുഗ്രാമത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഇൻ ചെയ്ത് നടക്കുവോ? അല്ലെ അത് ഓരോരുത്തരുടെ ശൈലിയല്ലേ. അയലോക്കാർക്കേ അവിടെ വന്ന് കിടക്കണം. കേട്ടല്ലോ, നീ ഇവിടെ കിടക്കുന്ന സകല സിഗരറ്റ് കുട്ടിയുടെ ഓർഡർ എന്റെ വീട്ടിൽ ഞാൻ ഇല്ലാത്ത വന്നിട്ട് പോകുന്ന താഴെയോ മൈക്കിളെ? മൈക്കിളെ മര്യാദയ്ക്ക് സംസാരിക്കണം. സാധു ഒരു അച്ഛനാണ് പറയുന്നത്. പറയുന്നത് കേക്ക്. വീട്ടിൽ പോ. ഗോ ഗോ. അച്ഛൻ പറഞ്ഞോണ്ട് ഞാൻ പോവുക. ചെല്ല. ഞാനല്ലേ പറയുന്നേ. ഇല്ല. ഗോ 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 ഗോ. ഗോടാ. ഇതെന്റെ തലവരെയാ. എൽസി നമുക്ക് നേർവരയിലേട്ടാക്കാം. ഓണം പ്രമാണിച്ചൊരു ഓഫർ വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഈ സമയത്താണോ അച്ഛൻ എന്നെ കൂട്ടി ഓഫറിന് പോകാൻ പോകുന്നേ? എൽസി ടൗണിൽ ഒരു ആൽക്കഹോൾ റിലേറ്റഡ് സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്ന് ഇവന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇവന്റെ മദ്യപാനം നിർത്തിക്കോളും. നേരാണ്, പിന്നെ കുറച്ച് പണച്ചെലവുണ്ട്. എന്റെ കെട്ടുതാലി വിറ്റിട്ടാണെങ്കിലും ഇങ്ങനെ റെക്കോർഡ് എനിക്ക് നിർത്തണം. എൽസി അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നമുക്ക് ഇവന്റെ പേര് രജിസ്റ്റർ ചെയ്യണം. ഓഫീസിൽ പോയി അച്ചോ. മാഡം, ഞങ്ങളുടെ കമ്പനിയുടെ സിസ്റ്റം വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങളൊരു 10,000 രൂപ ഞങ്ങളുടെ കമ്പനിയിലേക്ക് അടയ്ക്കണം. അപ്പോൾ തന്നെ സൗജന്യമായിട്ട് നിങ്ങൾക്കൊരു ആൻഡ്രോയിഡിൻ്റെ ഫോൺ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കും, ഒപ്പം ഒരു സിമ്മും. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ഭർത്താവിനെ കംപ്ലീറ്റ് ആയിട്ട് മദ്യപാനം മാറിയിരിക്കും. അല്ല, നിങ്ങളുടെ ഭർത്താവ് ഫോൺ യൂസ് ചെയ്യുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് സമ്മാനമായിട്ട് നിങ്ങൾ ഈ ഫോൺ ഭർത്താവിന് കൊടുക്കണം. അങ്ങനെ ആ ഫോൺ വിറ്റും കള്ളു കുടിക്കും. മൈക്കിൾ ഈ ഫോൺ വിറ്റ് എപ്പോൾ കള്ളു കുടിച്ചെന്ന് ചോദിച്ചാൽ മതി. അത് മാത്രല്ല, ആ ഫോണിലേക്ക് വിളിക്കാൻ അങ്ങേർക്ക് ആരുമില്ല. അതിനൊക്കെ ഞങ്ങളുടെ കയ്യിൽ ആളുണ്ട്. ഹണിബി. 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 നമസ്കാരം. ഇത് ഗേളി. ഏത് ടീമിന്റെയാണ്? അർജന്റീനയുടെയാണോ ബ്രസീലിന്റെയാണോ? എന്ത്? അല്ല, ഗോളിയാണെന്ന് പറഞ്ഞത്. അയ്യോ, ഗോളിയല്ല, ഗേളി. ഓ, ഗേളി. ഈ നിൽക്കുന്ന ഹണിബി എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ ഭർത്താവിനെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. 8 PM 8 PM എന്ന് പറയുന്ന ഒരു മദ്യത്തിന്റെ പേരല്ലേ? അച്ഛൻ അറിയാമോ? പിന്നെ ഞാൻ ഈ മാഹിയിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ വലിയ ബോർഡിൽ കണ്ടിട്ടുണ്ട് 8 PM എന്ന്. നല്ല കീറ കണ്ടിട്ടുണ്ടെന്ന് ബോർഡ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അത് മാഡം, ഞാൻ ഒന്നും കൂടെ ഒന്ന് വിശദമാക്കി തരാം. മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് ഞാൻ ഒരു പ്രാവശ്യം ഒരു ചെറിയ മിസ് കോൾ വിടും. അപ്പോൾ മാഡത്തിന്റെ ഹസ്ബൻഡ് എന്നെ തിരിച്ചു വിളിക്കും. അപ്പോൾ ഞാൻ പറയും, ഓ സോറി സാർ, റോങ് നമ്പർ ആയിരുന്നു എന്ന് പറയും. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ചെറിയ മിസ് കോൾ ഒന്നും കൂടെ അടിക്കും. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഹസ്ബൻഡ് എന്നെ തിരിച്ചു വിളിക്കും. ഇത് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും, അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും. ഇതൊരു നിരന്തരം ഒരു വിളിയായി തീരും. അങ്ങനെ ദിവസേന വിളിച്ച് ഈ നിൽക്കുന്ന ഹണിബിയും ഈ പറഞ്ഞ മൈക്കിളും തമ്മിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളാകും. ഒരു ആത്മാർത്ഥ സുഹൃത്തും മറ്റൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ഉപദേശിക്കുമ്പോൾ കേൾക്കാൻ സന്മനസ്സുണ്ടാകും. അങ്ങനെ ഹണിബി പറയുന്ന കാര്യങ്ങൾ ഈ മൈക്കിൾ കേൾക്കുകയും ഉപദേശവും ഫോൺ വിളി, ഉപദേശവും ഫോൺ വിളി, ഫോൺ വിളി ഉപദേശം. അങ്ങനെ ഈ നിൽക്കുന്ന ഹണിബി മൈക്കിളിന്റെ എല്ലാ മദ്യപാന ശീലങ്ങളും തൂത്തെറിയുന്നതാണ്. എത്ര വേഗം 10,000 രൂപ മുടക്കൂ, ഫോൺ മേടിക്കൂ, നിങ്ങളുടെ ഭർത്താവിന്റെ മദ്യപാനത്തിന് വിടുതൽ നൽകൂ. ഇന്നു മുതൽ നിങ്ങൾക്ക് ഞാനൊരു പേരിടും. എന്താണ്? നിങ്ങൾ കോൺഗ്രസ് ആകിയത് ഗോൾക്കുണ്ട, നോക്കണ്ട. കമ്പനിയുടെ തീരുമാനം അന്തിമമായിരിക്കും. ഹലോ, ഉറക്കെ സംസാരിക്കല്ലേ, എനിക്ക് പേടിയാവുന്നടാ. നീ ആരാടി എന്നെ ഏടാന്ന് വിളിക്കാൻ? നീ ആരോടെങ്കിലും പറയോടാ? ഞാൻ ആരോട് പറയാ? നീ സത്യം പറ, നീ ആരാ? വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? ഹണിബി. ഹണിബിയോ?
ഹണിബി എന്നാണ് എൻ്റെ പേര്. അത് കൊള്ളാലോ, നമ്മുടെ ബ്രാൻഡാണല്ലോ. അയ്യോ, നിനക്ക് ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്താന്നല്ല പറഞ്ഞത്, നമ്മുടെ ബ്രാൻഡാന്നാ പറഞ്ഞത്. നീ ഒരുപാട് കുടിക്കുവോടാ? ഞാൻ ഒരുപാട് ചിലപ്പോഴൊക്കെ. നീ അപ്പടി കുടിക്കുവോടാ? അങ്ങനെ എപ്പോഴും ഇല്ല. നിന്റെ കൂമ്പ് വാടില്ലേ ഇങ്ങനെ കുടിച്ചാല്? വാടുവോന്നൊക്കെ ചോദിച്ചാ നീ കുറക്കുവോടാ? എന്ത് കുറക്കുവോടാ? കുറയ്ക്കണോ? കുറയ്ക്കുവോടാ? കുറയ്ക്കട്ടെ. നിനക്ക് ഞാനില്ലേ? നിനക്ക് ഞാനൊരു പേരിടാലോ. എനിക്ക് പേരിടും. എന്ത് പേര്? ആ, നെപ്പോളിയൻ എന്ന് വിളിക്കട്ടേടാ. ശ്ശോ. അപ്പൊ ഞാൻ നെപ്പോളിയൻ, നീ ഹണിബി അല്ലേ? ആരോടെങ്കിലും പറയോ ഇത്? ഞാൻ ആരോട് പറയാനാടാ? കുറയ്ക്കുവോടാ? കുറക്കാടാ. കുറയ്ക്കുവോടാ? കുറയ്ക്കൂടാ. കുറയ്ക്കുവോടാ? ഓക്കടാ. നീ ആരോടെങ്കിലും പറയൂടാ? പറയൂടാ? ഇല്ലടാ. പറയൂടാ? ഇല്ലടാ. പറയൂടാ? ഇല്ല. ഇല്ല. എന്നാ ഞാൻ പിന്നെ വരാം. ഓക്കേടാ. ഒരു 1.5 ലിറ്റർ അടിച്ച എഫക്റ്റ് ഉണ്ടായിരുന്നു. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ? ഈണം, കിളിതൻ ഈണം, നീയും കേൾക്കുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ. പോരേണം നീ കൂടെ, ഇനിയൊഴുകാം ഒരു വഴിയേ. ഗുഡ് മോർണിംഗ് ഗോൾക്കൊണ്ട. സുഖം തന്നെയല്ലേ? ഓ സുഖമായിരിക്കുന്നു. ഇതെന്താ എല്ലാരും ഉണ്ടല്ലോ, വിശേഷിച്ചെന്തെങ്കിലും? ചെറിയ വിശേഷമുണ്ട്. ഞങ്ങളുടെ പേഷ്യന്റ് ഓക്കെ അല്ലേ? ഓ സുഖമായിരിക്കണു. ഇപ്പൊ കുടിയില്ല, വലിയില്ല, രാവിലെ നേരത്തെ എനിക്ക് പള്ളിയിൽ പോകും, തിരിച്ചു വന്നാൽ ജോലിക്ക് പോകും. പിന്നെ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കുടുംബത്തിൽ ഭയങ്കര സമാധാന. കേറി വാ, കേറി വാടാ, അങ്ങനെ കേറി വാടാ. ഇതാണ് ലിക്വിഡ് ഡിലീറ്റഡ് സെന്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരാളുടെ ദുശീലങ്ങളെ എല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്യും. സാറേ, വന്ന മാറ്റർ മറന്നുപോയി. അത് പറയാം. എവിടെ ആളെവിടെ? ഇതൊക്കെ പുള്ളിക്കാരനുള്ളതാ? അതെ, അദ്ദേഹം എവിടെ? ഒന്ന് വിളിക്കൂ. അദ്ദേഹത്തിനുള്ള സമ്മാനങ്ങളാണ് ഇത് മുഴുവനും. അതെ, ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടുപേരുടെ സംസാരിച്ചിരുന്നു ഒത്തിരി നേരമായി കിടന്നപ്പോ. അപ്പൊ ഇതുവരെ എണീറ്റിട്ടില്ല. മൈക്കിളിനൊരു സർപ്രൈസ് ആയിക്കട്ടെ, മൈക്കിളിനെ വിളിക്കൂ. കുടി നിർത്തിയ ആ കരങ്ങൾക്കൊന്ന് കൈ കൊടുക്കണം, ഞങ്ങൾക്കൊന്ന് അഭിനന്ദിക്കണം. ഒരുപാട് വിളിക്കണം. ഞാൻ പോയി വിളിച്ചിട്ട് വരാവേ. പോലെ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ. ഈ പഞ്ചായത്തിൽ തന്നെ നല്ലൊരു സമാധാനമായി. അച്ഛനൊരു കാര്യം ചെയ്യാം, ഞങ്ങളെ സഹായിക്കണം. ഈ ഇടവകയിലുള്ള എത്ര കുടിയന്മാരുണ്ടെങ്കിലും ഞങ്ങളെ ഏൽപ്പിക്കണം. എല്ലാ കുടിയന്മാരും നമുക്ക് ഉന്മൂലനാശം ചെയ്യണം. നാശം ചെയ്യണം. മദ്യമെന്ന വിപത്തിനെ നിഷ്ക്രിയമാക്കണം. അയ്യോ അയ്യോ, ഇത് കണ്ടാൽ എന്റെ ഭർത്താവ് പോയേ. ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്ക്. ഹലോ, ഒരു ടൈമിംഗ് തരൂ വായിക്കാൻ. പിന്നെ കറിയാം. പ്രിയപ്പെട്ട എൽസിക്ക് പുള്ളിക്കാരിക്കാൻ സ്നേഹമുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ എന്നെ മദ്യമെന്ന പിശാചിൽ നിന്നും രക്ഷിച്ചു. ഇതെന്താണ്? ഇന്ന് ഞാനൊരു നല്ല കണ്ണാടി എടുത്തിട്ടില്ല മനുഷ്യനായി. ജീവിതം എന്താണെന്ന് ഞാൻ പഠിച്ചു. എന്നെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന എൻ്റെ ഹനീബിയോടൊപ്പം ഞാൻ ഒളിച്ചോടുന്നു. പിന്നെ നിന്റെ സ്വർണ്ണവളയും മോതിരവും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നെ അന്വേഷിക്കണ്ട എന്ന് സ്വന്തം മൈക്കിൾ. പരസ്ത്രീയുടെ ബന്ധം നിങ്ങൾ കാരണം ഉണ്ടായി. നിങ്ങൾ ഒടുക്കത്തെ ഓഫർ. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല.
ഹണീബി അതാരാന്നാ വിചാരിച്ചിരിക്കുന്നത്? എന്റെ ഭാര്യ. സാറേ കരയാതെ സാറേ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. എന്റെ വീട് നേരെ പോ സമ്മാനം കൊണ്ട് വന്നേക്കുന്നത്. ഇന്ന് ഞാനൊരു ഫുൾ എടുത്ത് അടിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പം നമ്മൾ ഈ പ്രേമം കണ്ടല്ലോ, ഈ ഹണീബിയുടെയും നെപ്പോളിയൻ്റെയും ആ പ്രേമം കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഡീപ്നെസ്, ആ പ്രേമത്തിൻ്റെ ആ ഒരു വൈബ്രേഷൻ, ഇമോഷണൽ ആയിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു തിങ്സ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു നൊസ്റ്റാൾജിയ പെട്ടെന്ന് ഫീൽ ചെയ്തു. അപ്പോൾ സാറിനും ലൈഫിൽ അങ്ങനെ എന്തോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ആ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അതായത് എന്നും നിൻ്റെ മൊയ്തീനിലെ ആ കാഞ്ചനയും അതുപോലെ മൊയ്തീനും അവരുടെ ആ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്നത് ഈ പുഴ ഇലവഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു സൂപ്പർ സിംപ്ലിമെന്റിക്കലാണത്, സിംബ്ലോസിക്കലാണത്, സിംബോളിക്കാണ്. അതാണ് പറഞ്ഞത്, സിംബോളിക്കലായിട്ടുള്ള ഡയലോഗാണ്. അപ്പോൾ അതുപോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഞാനിങ്ങനെയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കതിൻ്റെ ഒരു ഇമോഷൻ കിട്ടുന്നില്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ഇറിറ്റേഷനോ അല്ല ഒരു നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം, വൈബ്രേഷൻ, അത് തന്നെ വൈബ്രേഷൻ, അത് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. ശരിക്കും ഇപ്പം എനിക്കുണ്ട്, രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. ശരിക്കും ഞാൻ സംസാരിക്കാൻ എനിക്ക് ഇങ്ങനെ വാക്കുകൾ കിട്ടാറില്ല. ഒരു കുട്ടിയോട് ഇത്ര അടുത്തിരുന്നിട്ട് ഞാൻ ചോദിച്ചോട്ടെ, സാധാരണ റിയോ ഒളിമ്പിക്സിൽ പലരും സ്റ്റേഡിയത്തിന് സാക്ഷി നിർത്തിയിട്ട് പല ഓഫറുകളും കൊടുക്കാറുണ്ട്. ഞാനിവിടെ ഈ ക്യാമറയും ലൈറ്റുകളെയൊക്കെ സാക്ഷി നിർത്തിയിട്ട് ഇത്രയും പ്രേക്ഷകരുടെ മുമ്പിൽ, ഈ പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ്, കുട്ടിക്ക് ഞാനൊരു ഓഫർ തരട്ടെ? എങ്ങനെ? കുട്ടിക്ക് ഞാൻ ഒരു ഓഫർ തരട്ടെ? ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച കാണും വരെ നമസ്കാരം. Yeah.